ശബരിമല ശ്രീ അയ്യപ്പൻ്റെ വാഹനം പുലിയാണോ? ശരി ഉത്തരം അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഉത്തരം അറിയുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈ ശബരിമല യാത്രാ വീഡിയോ കണ്ടുകൊള്ളുക. അതിനുള്ള ഉത്തരം ഇതിലുണ്ട്. എൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ശബരിമലയിലേക്ക് പോയി അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നു ചേർന്നത്. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ യാത്രാക്ഷീണം കാരണം മല കയറുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. എന്നാൽ പമ്പയിലെത്തി അവിടെ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു ഉണർവും ഉന്മേഷവും വന്നു ചേർന്നു. അങ്ങനെ ഏറെ ആഗ്രഹത്തോടും ഉന്മേഷത്തോടും കൂടി ഞാനും മല കയറുവാൻ തീരുമാനിച്ചു. എൻ്റെ ആദ്യത്തെ ശബരിമല യാത്രയായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയുടെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിച്ച് ശബരിമല യാത്രയുടെ എല്ലാ ഫീലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനാൽ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യമേറും, അത് സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ ശബരിമലയിലേക്ക്, അയ്യൻ്റെ സന്നിധാനത്തിലേക്ക്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ ശബരിമല തീർത്ഥാടന യാത്രയിലാണ്. നമ്മൾ ഓണം വെക്കേഷൻ അല്ലേ, ഈ 10 ദിവസമല്ലേ ഇപ്പോൾ തുറക്കുന്നത്. അതിന് കന്നി മാസത്തിലെ 10 ദിവസത്തെ ആ സമയത്ത് നമ്മൾ ശബരിമലയിലേക്ക് വന്നിരിക്കുകയാണ്. 5 ദിവസം തുറക്കുള്ളൂ. 5 ദിവസം ഉണ്ടല്ലേ. അങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പമ്പയിലുണ്ട്. പമ്പയിലിറങ്ങി കുളിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഗണപതി കോവിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് മല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം നിങ്ങളും പോരും, നമുക്ക് ഒന്നിച്ച് മല കയറി മുകളിലേക്ക് പോവാം. മല കയറണം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പമ്പ ഒന്ന് കാണിക്കാം. ഈ 2018 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തെ നടുക്കിയ ഒരു പ്രളയം ഉണ്ടായി. ആ പ്രളയത്തിലാണ് നമ്മുടെ ഈ പമ്പയുടെ ഈ ഭൂരിഭാഗം ഭാഗവും എടുത്തുകൊണ്ട് പോയത്. നേരത്തെ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ കൽമണ്ഡപവും മണ്ഡപവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വളരെ നടപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പം വീണ്ടും ഒന്നേന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീസൺ സമയത്തല്ലേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കുറേ പേര് ഉൾക്കൊള്ളിക്കും. ക്ലോസ് ചെയ്ത് കൊണ്ടുപോകല്ലേ, അതിനുള്ളതാണല്ലേ ഈ ഗേറ്റ്. നമ്മൾ ഈ പാസ് എടുക്കുകയല്ലേ ഇത്? ഏത് സമയത്ത് വന്നാലും കണക്ക് കിട്ടാനാണ്. ഇവിടെ ഒന്നും എടുക്കാൻ പറ്റുമോ? കൊറോണയ്ക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. പമ്പ ഗണപതി ക്ഷേത്രം നേരത്തെ ഇവിടെ വലിയ ആഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ സീസൺ സമയത്താ? അതല്ല, ഈ പ്രളയത്തിന് മുന്നേ അല്ലേ? ശബരിമലയ്ക്ക് സ്വാമിയുടെ കെട്ട് സ്വാമിയെ കാണാൻ ശബരിമലയ്ക്ക് അയ്യപ്പ 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 കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ വന്നത്.
പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ അതിലൂടെ അകത്തോട്ട് വരുമ്പോഴാണ് കേട്ടോ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ കൂപ്പൺ നമ്മളിവിടെ ആ ടിക്കറ്റ് ഇവിടെ കാണിച്ച് വേണം അകത്തേക്ക് കയറി പോകാൻ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലെ അകത്തേക്ക് പോവാം. പ്രായമായ ആൾക്കാരെയും അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാരെയൊക്കെ ഇതാ ഇത് കണക്കുള്ള ഡോളിയിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഡോളി സർവീസ് ഇവിടെ ഉണ്ട്. 4 പേര് ചേർന്ന് ചെയറിൽ ഇങ്ങനെ എടുത്തിട്ട് പോകും. പണ്ട് സ്ത്രീകളെ ശബരിമല കയറ്റാമെന്ന് സുപ്രീം കോടതി വന്നപ്പോൾ ഓർഡർ വന്നപ്പോൾ കുറച്ച് മനീതി എന്ന് പറഞ്ഞ കുറച്ച് സ്ത്രീകളെ സംഘടന വരികയും അവരിവിടെ കയറുകയും ചെയ്തു. കുറച്ച് ദൂരം അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. പോലീസിൻ്റെ സഹായത്തോടെ കുറച്ച് ദൂരം പോയി. അവിടെ നിന്ന് അയ്യപ്പ ഭക്തർ തിരിച്ച് ബഹളം ഉണ്ടാക്കി അവർ തിരിഞ്ഞോടി നേരെ ഈ റൂമിൽ ഇവിടെയാണ് വന്ന് കയറിയത്. ഇത് പോലീസിൻ്റെ കള്ളർ റൂമാണ്. ഇവിടെ വെച്ച് ഇനിയിപ്പം സുപ്രീം കോടതി ഓർഡർ മാറിയതിന് ശേഷം ഇവിടെ വെച്ച് സ്ത്രീകൾ അവർ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വിടുകയുള്ളൂ. അവർക്ക് വയസ്സാ പ്രായം കുറവെന്നവർക്ക് തോന്നണവരെ വിളിച്ച് ആധാർ കാർഡ് കാണിച്ച് ഡേറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം എങ്ങോട്ട് വിടുള്ളൂ. ഇതുവരെ സ്ത്രീകൾക്ക് വരാം. ഇപ്പം പമ്പ ഗണപതി പോലും വരെ സ്ത്രീകൾ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ബാക്കിയുള്ളൊരു മോളിൽ കയറും. ഇവിടെ വെച്ച് ഇവിടെ നിന്നാണ് നമ്മൾ ശബരിമല കയറ്റം തുടങ്ങുന്നത്. ഇവിടുന്ന് ഈ വലത്തോട്ട് കാണുന്നത് സ്വാമിയപ്പ റോഡാണ്. ഇതുവഴി പണ്ട് മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ട്രാക്ടറൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. പിന്നെ ആൾക്കാർക്ക് നടന്നു പോകണേ പോവാം. ഇതാണെങ്കിൽ ഈ വലതുവശത്തൂടി കാണുന്നത് അത് കയറ്റം കുറവാണെങ്കിൽ കറങ്ങി പോകാൻ പറ്റും. ഈ ഇട സൈഡിൽ കൂടി പോകുന്നത് ശബരിമല കയറ്റം തുടങ്ങുകയാണ്. നീലിമല ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. നീലിമല ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ നിന്ന് കുത്തു കയറ്റമാണ് മല കയറി പോകുന്നത്. മറ്റേ വശത്തൂടി പോകുന്നത് കുത്തു കയറ്റമല്ല, അതിങ്ങനെ കറങ്ങി മുകളിലോട്ട് കയറും. കുറച്ച് ദൂരം കൂടുതലെന്നേ ഉള്ളൂ. വലത്തോട്ട് കാണുന്നത് സ്വാമി അയ്യപ്പർ റോഡ്, മോളറ്റമ്പര റോഡുണ്ട്. ട്രാക്ടറൊക്കെ ഇതുവഴിയാണ് മുകളിലോട്ട് സാധനം കയറി പോകും. അങ്ങനെ കയറ്റം തുടങ്ങി. സാവകാശത്തിൽ മാത്രമേ ഇവിടെ കയറാം. നമ്മൾ പതുക്കെ കയറിപ്പോ, നമ്മൾ തിരക്കില്ല. നമുക്ക് അവിടെ പോയി പതുക്കെ കാഴ്ചകൾ കണ്ട് ഇതൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങി വന്നാൽ മതി. എന്തെങ്കിലും നെഞ്ചുവാൻ എന്തെങ്കിലും അനുഭവപ്പെടണേ അവിടെ വെച്ച് നിർത്തി നമ്മൾ ഉടനെ വൈദ്യസഹായം കയറണമെന്നാണ് പറയുന്നല്ലേ. ഇത് ഷെഡ് പട്ടണം. ഇതിപ്പോൾ 1ാമത്തെ ഷെഡാണ്. ഷെഡ് 1. ഇതുപോലത്തെ 18 ഷെഡുണ്ട്. 18ാമത്തെ ഷെഡ് ആകുമ്പോൾ എല്ലാ കയറ്റവും കയറി നമ്മൾ മുകളിലെത്തും. ഒരു 5 വർഷം അകത്തേ വരുള്ളൂ. ഇതിന് മുമ്പ് ഷെഡൊന്നും ഇല്ലായിരുന്നു. 5 വർഷത്തിന് ഇപ്പുറം ഉള്ള ഷെഡ്. അപ്പോൾ നല്ല തിരക്കുള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾ ബ്ലോക്കായി നിൽക്കും. ഇതിനകത്തും ബ്ലോക്ക് ചെയ്യും. ഈ കരിങ്കൽ പാതയൊന്നുമില്ല, ഇത് മറ്റേ കോൺക്രീറ്റിൻ്റെ പാതയായിരുന്നു. കരിങ്കൽ പാതയൊക്കെ ഈ അടുത്ത കാലത്ത് തോന്നുന്നു. കോൺക്രീറ്റ് ആയിരുന്നു. കോൺക്രീറ്റ് സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഇപ്പോഴാണ് ഇത് സ്ലോപ്പാക്കിയത്. ഇപ്പോൾ നമ്മൾ കയറിയെത്തുന്ന നീലിമല ബോട്ടമാണ്. അത് ജസ്റ്റ് ഒരു 50 മീറ്റർ അല്ലേ ആ കയറ്റം തുടങ്ങിയിട്ട്. ഇതെന്താണ് നീലിമല ബോട്ടം എന്ന് പറഞ്ഞാൽ? നീലിമല കയറ്റം, നീലിമല തുടക്കം. അതിൻ്റെ ബോട്ടം എന്നുള്ളതേ ഉള്ളല്ലേ. അപ്പോൾ ഇതാണ് നീലിമല നമ്മൾ കയറുകയാണ്. താഴെ ഭാഗം ഇത് ഓരോ ക്യൂ ആണ്. ഇത് ഓരോ ക്യൂ അല്ലേ? ഇത് ഓരോ ക്യൂ കോംപ്ലക്സ് ആണ്. അടുത്തത് 3ാമത്തെ ഷെഡ് അല്ലേ. ഓ, ഇത് ഷെഡല്ലേ? പൊളിഞ്ഞു പോയതല്ലേ? ഇത് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം തുടങ്ങിയാണല്ലേ. ഇപ്പം നീലിമല തന്നെയല്ലേ ഇത്? അഞ്ചാമത്തെ ഷെഡല്ലേ. ഇത് കയറ്റത്തിലാണ്. ഞാൻ വാച്ചിൽ സ്റ്റെപ്സ് നോക്കാൻ മറന്നു. ഇത് 6105. ഇനി മുകളിൽ ചെന്നിട്ട് എത്രയായി എന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു 6ാമത്തെ സ്റ്റേജ് കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിശ്രമിക്കുക ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഡോളി എടുക്കുന്ന ചേട്ടന്മാരാണ്. എനിക്ക് ഡോളി വേണ്ട, ഞാൻ കയറും. കഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് കയറും. നമ്മൾ നീലിമല ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റോ, അടിപൊളി. നിങ്ങളെ നമ്മുടെ ഈ സാഹസം, ഈ യാത്ര കണ്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഷ്ടപ്പെട്ട് കയറി വീഡിയോ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം. നീലിമല അവിടെ വെള്ളമുണ്ടല്ലേ, പൈസ കൊടുക്കാം. നമ്മൾ നീലിമല ടോപ്പിലെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ടോ. അവിടെ ഇത്തിരി ഷോപ്പൊക്കെ ഉണ്ട്, ജ്യൂസൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി അടുത്ത മല കയറാം.
അങ്ങനെ നീലിമല കയറി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ അടുത്ത മല കയറുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ഈ നീലിമലയ്ക്ക് വല്ല പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും ഐതിഹ്യമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറഞ്ഞാൽ 18ാമത്തെ മലയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വരേണ്ടത് എരുമേലി വരുമ്പോൾ 18 മല കയറി ഇറങ്ങി വരും, നടന്നു വരുമ്പോഴല്ലേ. പമ്പയിൽ വരുമ്പോൾ 2 മലയേ ഉള്ളൂ. നീലിമലയും ഇനി അടുത്ത മല ഏതാണ്? അടുത്ത അപ്പാച്ചിമേട് എന്നാണ് അടുത്ത മലയുടെ പേര്. അപ്പാച്ചിമേട്. അപ്പോൾ ഈ കരിമല എന്ന് പറയുന്നത്? കരിമല നമ്മൾ അതുവഴി എരുമേലി വഴി വരുമ്പോഴാണ്. നമ്മൾ ഏതാണ്ട് 10ാമത്തെ സ്റ്റേജ് നടപ്പന്തൽ എന്നല്ലേ അതിനെ പറയുന്നത്? അങ്ങ് ഫ്രണ്ടിലുള്ളതാണ്. ആ 10ാമത്തെ സ്റ്റേജിനടുത്തെത്തി. ഇനി 8 എണ്ണം കൂടി. ഇനി 8 എണ്ണേ ഉള്ളൂ. ഇനി 8 ഷെഡ് അല്ലേ? 7 ഷെഡ് കൂടി കഴിയുമ്പോൾ കയറ്റം കഴിയും. ബാലു എത്ര തവണ മലയ്ക്ക് വരുന്നത്? ഇതിപ്പോൾ എത്ര മലയായിട്ടുണ്ടാവും? 10-29 പ്രാവശ്യമായി. തെങ്ങ് വെച്ചാ? വിഷ്ണുവാ? ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാട്ടോ. വിഷ്ണു വീട്ടിൽ നിന്നേ തന്നെ ചെരുപ്പിടാതെ ഇറങ്ങിയത്, മാലയിട്ട് വ്രതം എടുത്ത്. ഞാനും വ്രതമാണ്, 2 ദിവസമായിട്ട് വ്രതമാണ്. വിഷ്ണു ഇനി വീട്ടിൽ പോയിട്ടേ ചെരുപ്പിടുള്ളൂ അല്ലേ? ഈ ഒരു ശരണം വിളി ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക ഫീലല്ലേ? ഇത് അപ്പാച്ചിമേട് ബോട്ടോ അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ നമ്മൾ പമ്പൊഴി കയറി വരുമ്പോൾ ഏറ്റവും വലിയ കയറ്റം ഇതാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഇതാണ് കേട്ടോ അപ്പാച്ചിമേട് ബോട്ടം ക്യൂ സ്റ്റാൻഡ് അല്ലേ? ക്യൂ പോയിന്റ്. ഈ തിരക്കുള്ള സമയത്തെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ആളിനെ നിർത്തിയിരിക്കും. ഇല്ല, കയറ്റത്തിൽ ബ്ലോക്ക് ചെയ്യില്ലല്ലേ? ഇതിന്റെ മുകളിൽ പോയിട്ട് അവിടെ ക്യൂ കോംപ്ലക്സ് ഉണ്ട്, അവിടെ കെട്ടിപ്പിടിച്ചു. അത് ശരിയാ. ഇവിടെ ആളെ നിർത്താം, അവിടെ ഇവിടെ ക്യൂ ആയി വരുമ്പോൾ അവിടെ ക്രോസ് ചെയ്യും. പമ്പയില് ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കയറ്റമല്ലേ? കയറ്റത്തിൽ നിൽക്കാൻ പമ്പയിലെ അടുത്തിന്റെ മുകളിൽ എത്ര സ്ഥലം മരക്കൂട്ടം മരക്കൂട്ടത്തിലാണ് ക്യൂ കോംപ്ലക്സ് തുടങ്ങുന്നത്. ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഈ കുത്തനെ കണ്ടോ? ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഈ വീഡിയോയിലൂടെ എൻ്റെ കയറ്റം എങ്ങനെയാണെന്നുള്ള നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തനെ കിടക്കുക ഈ കയറ്റം. ഫുള്ള് പടിയുണ്ട് കേട്ടോ. കുത്തുകയറ്റവും പടിയും. മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു കേട്ടോ. കണ്ടോ, അങ്ങ് താഴേന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ ഈ മരത്തിലെവിടെ മയിലോ എന്തോ ഉണ്ട്. മയിലല്ലേ? വേഴാമ്പൽ. പക്ഷെ കാണത്തില്ലല്ലേ? കേരളത്തിൻ്റെ ദേശീയ പക്ഷി. പക്ഷെ കാണുന്നില്ല. വലുപ്പം നമ്മളവിടെ എത്തി. ഇപ്പം നമ്മൾ അപ്പാച്ചിമേട് കയറി പകുതി ദൂരം എത്തി. ഇനി ഒരു ചെറിയ കയറ്റം കൂടെ ഉള്ളൂ. ഇനി അത് കയറി കഴിഞ്ഞ് ഇവിടെ അപ്പാച്ചിമേടിൽ ഉണ്ട അറിയുന്ന ഒരു വഴിപാടുണ്ട്. കാരണം ആദ്യമായിട്ട് നേർച്ചയിട്ട് പറഞ്ഞവർക്ക് ഇവിടുന്ന് ഉണ്ട വാങ്ങിച്ചാൽ അങ്ങ് താഴോട്ട് എറി.
ഇതെന്താണ് ബാലു? വഴിപാട് സമർപ്പിക്കാം. ഇഷ്ടവഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് ആദ്യമായിട്ട് വരുന്ന ഇതില് അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞവരില്ല, ആർക്ക് വേണമെങ്കിൽ അറിയാം. ഇത് വെറുതെ ഒരു വഴിപാട്. ഒരെണ്ണം ഇടത്തോട്ട് 2 ഉണ്ട വാങ്ങിച്ച് ഒരെണ്ണം ഇടത്തോട്ട് ഒരെണ്ണം വലത്തോട്ട് കയറി. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് ഇത് കയറ്റം കഴിഞ്ഞു. ഇനി ഇതാ മുകളിലെത്തി. ഇത് ഇത് എത്രാമത്തെ? അപ്പാച്ചിമേട് കഴിഞ്ഞു. ഇനി 14 ഇത് 14ആയി. ഇനി കയറ്റമില്ല. ഇനിയിപ്പോൾ നമ്മൾ ശരംകുത്തി എത്താൻ പോകണം. ശരംകുത്തി ഈ സീസൺ സമയത്ത് പകലൊക്കെ വരുമ്പോഴേ ഈ വെയിലടിച്ച് ഈ പാറയൊക്കെ പഴുത്ത് കിടക്കില്ല. വെയിൽ അതിന് ഇവിടെ വലുതായിട്ട് അടിക്കില്ല. വെയിലടിക്കൂലല്ലേ? കൂടുതൽ ഷെഡിൻ്റെ അകത്തോണ്ട് ഇപ്പം കയറി ആ കുത്ത് കയറ്റത്തിൻ്റെ കേട്ടോ മാത്രം ഷെഡും ഇല്ല. ബാക്കിയുള്ളടത്ത് ഷെഡുണ്ട്. അല്ല വെയിലടിച്ച് പാറ ചൂടായി. വെയിലടിച്ച് ഉച്ച സമയത്ത് ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി പറഞ്ഞാ. ഇതിലാണല്ലേ വണ്ടി പോകുന്നത്? അല്ല, ഇത് പോകുന്നത് വഴിയാണ്. ട്രാക്ടർ ഇതുവഴിയല്ല പണി. ഇത് ഇവിടെ എവിടെയെങ്കിലും ഓഫീസിലോട്ട് പറഞ്ഞായിരിക്കും. അപ്പുറം സ്വാമിയായപ്പോൾ റോഡിൽ കൂടി കയറി ഇതുവഴി കയറി വരും. ഇത് ഫോറസ്റ്റിൻ്റെ എമർജൻസി റെസ്ക്യൂ ആണ്. ഇത് ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യവകുപ്പ് ഹെൽത്തിൻ്റെ ആണ്. ഹെൽത്തിൻ്റെ ആണല്ലേ? ക്വാർട്ടേഴ്സാണ്. ഇപ്പം നമ്മൾ അപ്പാച്ചിമേട് ടോപ്പ് എത്തി. ഈ ഒരു കയറ്റം കൂടെ ഉള്ളൂ. ഈ ഒരു കയറ്റം, ഒരു കുഞ്ഞു കയറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നിരപ്പാണ്. നേരെ റോഡിൽ കൂടി അങ്ങ് പോകാനുള്ളൂ. ഡോളി എന്ന് പറയും. നമ്മൾ വയ്യാത്തവരെ ഇവർ തലയിൽ ചുവന്നുകൊണ്ടങ്ങ് പോകും. ഇതിപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ കുറവാണ്. ഇനിയിപ്പോൾ നാളെ അഭിഷേകം കഴിഞ്ഞ് നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ തിരിച്ച് ചുമന്നുകൊണ്ട് വരില്ലേ? കൊണ്ടുവരും. അതിന് വേറെ പൈസയാണ്. ഒരു വാക്കിലത്തേക്കാണ് ഓരോ 3000 രൂപ 3000-4000 ആളിനെ കൊണ്ടുപോകണ്ടേ? ഈ കയറ്റത്തിൽ നടന്നു കിടന്ന വൺ സൈഡേ ഉള്ളൂ. അയ്യപ്പോ അയ്യപ്പോ ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് സ്വാമിയുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ ശബരിമലയ്ക്ക് 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 അയ്യപ്പ 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 അയ്യപ്പോ അയ്യപ്പോ പന്തള രാജ അയ്യപ്പ പമ്പയിൽ ദാസ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ ആനന്ദവാസ അയ്യപ്പ കർപ്പൂരപ്രിയ അയ്യപ്പ തുളസിക്കതിർമാലധാരിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ബിലാളി വീരനേ ശരണയ്യപ്പോ വീരമണി കണ്ഠനേ ശരണയ്യപ്പോ ഓങ്കാരപ്പൊരുളേ നമ്മള് പ്രധാനപ്പെട്ട കയറ്റമൊക്കെ കയറി എത്തിയ പ്രധാനപ്പെട്ട കയറ്റമല്ല, എല്ലാ കയറ്റവും കഴിഞ്ഞു. ഇനി ഇനി കയറ്റമില്ല. അപ്പോൾ ഈ ശരംകുത്തി എന്ന് പറയുന്നത് ശരംകുത്തി എന്ന് പറഞ്ഞ ഈ സ്ഥലമാണ്. അടുത്ത് വരുന്നല്ലേ? അടുത്ത് പറഞ്ഞ സ്ഥലം ശരംകുത്തി. അയ്യപ്പൻ നമുക്കത് അങ്ങോട്ട് ചെന്ന് നോക്കാം. എന്നിട്ട് അതൊന്ന് പറഞ്ഞു തന്നെ എന്താണെന്നുള്ളത്. മുകളിലേക്ക് എത്തി കേട്ടോ. മെയിൻ കയറ്റമെല്ലാം കയറി മുകളിലെത്തി. 1 കിലോമീറ്റർ ഉണ്ടോ നടന്നു പോകാൻ? ഇനി ശേഷം 1-1.5 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം അല്ലേ? മുകളിലെത്തിയ സ്ഥിതിക്ക് ഇവിടെ കയറി കുറച്ച് വെള്ളമോ ചായയൊക്കെ കുടിച്ചിട്ടാവും നമുക്ക് അടുത്ത അങ്ങോട്ടുള്ള യാത്ര. ചായയൊക്കെ കുടിച്ച് ഈ സ്ഥലം ശരംകുത്തി എന്ന് പറയും. ഇവിടെ അയ്യപ്പൻ്റെ നേർച്ചയായിട്ട് അയ്യപ്പൻ പണ്ട് പന്തള രാജ വിൻ്റന് അവിടെ നിന്ന് ഇറങ്ങി സന്യാസിന് പോയപ്പം ഒരു അമ്പ് ചെയ്തു. അമ്പ് ചെയ്ത് ആ അമ്പ് ചെയ്ത് ചെന്ന് വീഴുന്ന സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കി ഞാൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്പ് ചെയ്ത് വന്ന് വീഴുന്ന സ്ഥലത്താണ് ശബരിമലയിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അവിടെയാണ് അമ്പലം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ശരം ചെയ്ത ഓർമ്മയ്ക്ക് ഇവിടെ ശരം വാങ്ങിച്ചിങ്ങനെ കുത്തും. ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് കണ്ടോ? എവിടെയാണത്? അതുകൊണ്ട് ഇതാണല്ലേ നേർച്ചയ്ക്ക് ആൾക്കാർ നേർച്ചയായിട്ട് വന്ന്
ഇവിടുന്ന് ശരം വാങ്ങിച്ചാൽ അതിൽ കുത്തി വെച്ചിട്ട് പോകും. ഈ കൗണ്ടറിൽ നിന്നാണ് ശരം വാങ്ങേണ്ടത് അല്ലേ? ശരം വഴി ഇവിടെ ശരം ശരം എത്ര ഓരോ വ്യത്യാസം വരും. വ്യത്യാസമുണ്ടല്ലേ? ഇവിടെ വന്ന് കുത്തും. അതിൽ കുത്തണം അല്ലേ? ഈ തൊട്ടിൽ കെട്ടിയിരിക്കുന്ന തൊട്ടിൽ ഓരോ നേർച്ചയാണ്. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഇവിടെ തൊട്ടിൽ കെട്ടും ഇങ്ങനെ. ഇതാണല്ലേ ശരം കുത്തി? ശരം കുത്തണം. ഇതാണ് ശരം കുത്തി. ആൾക്കാർ ഇവിടെ നേർച്ചയ്ക്ക് വന്ന് ഇവിടെ വാങ്ങിച്ച് കുത്തി ഇങ്ങനെ വെച്ചിട്ട് പോകും. ഇവിടെ നിന്ന് തന്നെ വാങ്ങണത്? ഇവിടെ അപ്പുറത്ത് ആ ഇവിടെ ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ ഷോപ്പുണ്ട്. എന്നിട്ട് ഇവിടെ തേങ്ങ അടിക്കണം? ശരം കുത്തി തേങ്ങ അടിച്ച് എല്ലാവരും ചെയ്യണോ? ആദ്യം ഇല്ല അങ്ങനൊന്നുമില്ല. ആദ്യമായിട്ട് പറഞ്ഞവർക്കും ചെയ്യാം, എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണല്ലേ? ഈ ശരം കുത്തിലൊരു ആചാരം. ശബരി പീഠമാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ശബരി പീഠം എന്നാണ്. ഈ അപ്പാച്ചിമേട് കയറി നമ്മൾ മുകളിലെത്തുന്നത് ശബരി പീഠത്തിലാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ശബരി പീഠമാണ്. ബോർഡ് കെട്ടി ശബരി പീഠം ശരിയല്ലേ? ശബരി പീഠത്തിലാണ് ശരം കുത്തിയുള്ളത്. ഇനി ഇവിടെ മുതലാണ് ക്യൂ കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യണം. അത് കാണുന്നത് ക്യൂ കോംപ്ലക്സ് ആണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരെ സീസൺ ആകുമ്പോൾ തിരക്ക് കൂടുമ്പോൾ ഇവിടെ ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചങ്ങ് വിടും. അവിടെ ഒരു സിംഹവാലം കുരങ്ങല്ലേ? എവിടെ പോയാ അത്? അതങ്ങ് അപ്പുറത്തോട്ട് ഇരിക്കുന്നു. പന്നീക കൂട്ടമാതാണ് സിംഗം സിംഗിളാത ഇതാണ് കാട്ടുപന്നിയാണ്. ശരണയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. സമയം എത്രയായി? ഇവിടെ ഇരിക്കാൻ കുറച്ച് തരാം. അങ്ങനെ എൻ്റെ ആദ്യത്തെ ശബരിമല യാത്രയാണ്. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതാണൊക്കെ ആൾക്കാർ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, കുട്ടിക്കാലത്ത് ജീപ്പിലും വലിയ വാനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് കെട്ടി ഇതായിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് അവരെ യാത്രയാക്കും. അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നിട്ട് യാത്രയാക്കും. അന്നോട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ശബരിമലയിൽ വരണമെന്നുള്ളത്. ഇന്നിപ്പോൾ അത് വരാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയത് കയറി വരുമ്പോൾ. നിങ്ങൾ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരുപാട് തളർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒരൊറ്റ സ്ഥലത്ത് പോലും ഇരിക്കാതെ എണിഞ്ഞ് മുകളിൽ വരെ കയറിയത്. കാര്യം അത്രയും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി കയറി എത്തണമെന്നുള്ളത്. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. നേരത്തെ ഇപ്പോൾ പാവിയതാണ്. നേരത്തെ സ്റ്റെപ്പ് കരിങ്കല്ലും ബുദ്ധിമുട്ടാണല്ലേ ചവിട്ടി കയറി വരെ. കോൺക്രീറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പൊളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ ഇനി എന്തൊക്കെയാണുള്ളത്? ഇനി എപ്പോഴാണ്? 5 മണിക്ക്. 5 മണിക്കല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് നടയിൽ ഇതിനു വേണ്ടി ദർശനത്തിന് പോകുന്നത്? എനിക്ക് തോന്നിയത് ഈ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന പ്രസാദം, അതെ അരവണം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടാണ് കഴിച്ചത്. കാര്യം അതൊരു കൊതിയോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കരമായി ഇഷ്ടമായിട്ടാണ് അത് കഴിച്ചത്. എനിക്ക് അല്ല ഇത്രയും നാളെ അത് നമ്മൾ ഇരുമുടി കെട്ട് താഴെ വീണ് നമുക്ക് തരാതെ പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അത് പായസത്തോടുള്ള കൊതിയല്ല, പക്ഷേ ശബരിമല അല്ല ഇത്രയും നാള് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടെന്ന് അരവണ കഴിച്ച് ഇന്ന് ഞാൻ വന്ന് വാങ്ങിക്കും. നിങ്ങൾക്ക് എന്തായാലും 18ാമത്തെ ക്യൂ കോംപ്ലക്സിലെത്തി. 18ാമത്തെ ഷെഡ്. നമ്മളെ താഴെ കണ്ട അയ്യപ്പൻ റോഡ് അല്ലേ? ഈ മരക്കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മരങ്ങൾ കൂടിയിരിക്കുന്നുണ്ടാണ്. സ്ഥലത്തിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്. പക്ഷെ ഇവിടെ മൊത്തം മരക്കൂട്ടമാണല്ലോ വന്ന് കയറുമ്പോൾ. ഈ സമയത്ത് ഇവിടുന്ന് തിരക്ക് കാണും, ഇവിടുന്ന് ക്യൂ ആയിരിക്കും. ഇവിടെയാണ് പ്രശ്നം. ഇവിടുന്ന് മേളിലോട്ട് കയറി ഇനി മുകളിലോട്ട്. ഇനി നമ്മൾ 1 കിലോമീറ്ററോളം നടക്കാനുണ്ടോ? പക്ഷെ ഇത്രയും നേരം ഇങ്ങനെ മരക്കൂട്ടം ഇല്ലായിരുന്നല്ലോ വഴിയിൽ. ഇതാണല്ലേ ഈ റോഡിന്റെ പേരെന്താണ്? സ്വാമി അയ്യപ്പൻ റോഡ്. ഒന്ന് നമ്മൾ കയറ്റം കയറി വന്നു, ഒന്ന് റോഡ് തിരിഞ്ഞു വന്നു. റോഡ് നേരെ വന്ന് ഇവിടെയാണ് വന്ന് കയറ്റം. നമ്മൾ കയറ്റം മൊത്തം കയറി കഴിഞ്ഞു. ഇനി കയറ്റം കയറാതെ നേരെ അതുകൊണ്ട് വന്ന് കയറ്റം കയറാതെ നേരെ ഇവിടെ വന്ന് കയറാം. ഓക്കെ, ഇതിന് അടിയിൽ കൂടെ വരും അല്ലേ? നേരെ
തിരക്കുള്ള സമയത്ത് ഇതിലെയാണ്. ബ്ലോക്ക് ചെയ്ത് വിടും. ഓ ഹോ ഹോ. അന്ന് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഒരു മറ്റേ പണ്ട് ഇവിടെ മറ്റൊരു ഇത് വെച്ചിരുന്നു. ഇത് ചുറ്റാണ് ഇങ്ങനെ കയറിപ്പോയി. ഇത് മോളിൽ കൂടി കയറി ഇവിടെ ഒരു പാലം പോലെ ചെയ്തിരുന്നു. ഇപ്പൊ ആ പാലത്തിനടുത്ത് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ അല്ലേ? ഇവിടെ തറ കുഴിച്ചിട്ട് ഇതാണല്ലേ ആ റോഡ്? അവിടെ നിന്ന് എടുത്തു. ഈ റോഡാണ് സ്വാമി അയ്യപ്പൻ. ആ, ഈ റോഡ് മറ്റേ റോഡ് നേരെ വന്ന് ഇത് ദൂരം കുറവാണല്ലേ? കൂടുതലാണ്. കയറ്റം ഇല്ല. ആ, ഇതുപോലെ കുത്തു കയറ്റമല്ല, ചെറിയ കയറ്റമാണ്, സ്ലോപ്പാണ്. ഈ ഡോളിയിൽ അതിലേയും കൊണ്ടുവരുമല്ലേ ആൾക്കാർ? കൊണ്ടുവരും, ഇതിലേയും കൊണ്ടുവരും. കൂടുതലും അതുവഴി തന്നെ വരും. കാരണം കയറ്റം കുറവേണ്ടവർക്ക് ചുമക്കാൻ പാടായി. കുത്തു കയറ്റമല്ലേ, ഡോളി കയറി അങ്ങോട്ട് വിടും. എന്താണ് ഡോളി ഈ ചുമന്നുകൊണ്ട് വരൂലേ ആൾക്കാർ ഇവിടെ വന്ന് പോലീസ് എന്ത് വെരിഫൈ ചെയ്യും? അവർ രജിസ്ട്രേഷൻ ഉള്ളവരാണോ, ഓ, അവരെ ഡോളി ചുമന്ന് വരുന്ന ആൾക്കാർ. ലൈസൻസ് ഉള്ളവർക്ക് ചുമക്കാൻ പറ്റും. ഓ, അത് ശരിയാ. അങ്ങോട്ട് എന്നാലും അങ്ങോട്ട് വിടുള്ളൂ. ഇവിടെ കൊണ്ട് വെച്ചിട്ട് പേപ്പർ കാണിക്കണം. അവിടെ ഇനി സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച് കച്ചവടക്കാർ. പിന്നെ അവിടെ താഴെ പൈസ അടയ്ക്കുന്നത്. പക്ഷേ ഇവർ കൂടുതൽ പൈസ വാങ്ങണമെന്നൊക്കെ അറിയാനാണ് ചെക്ക് ചെയ്യണത്. അത് ശരിയാ. ഫിക്സഡ് റേറ്റാണ് ദേവസ്വം ബോർഡ്. 3600 എന്താണ് ഒരു വാക്ക് ഒരു വശത്തോ ഡോളി പോകാൻ. എടുത്തോണ്ട് പോകണം. കേട്ടോ, പണ്ട് ഇവിടെ സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച് കച്ചവടക്കാരായിരുന്നു. പക്ഷെ ഇപ്പം ഈ കടക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പം ആ സീസണിൽ വഴിയോര കച്ചവടക്കാർ വരും അല്ലേ? അതും മറ്റേ ഈ ലക്ഷങ്ങൾ കൊടുത്താണ് ഓരോരുത്തർ താഴത്തെ ആ കടയൊക്കെ എടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ഉണ്ട്. ഇവിടെ സന്നിധാനത്തൊക്കെ വലിയ കട ഷോപ്പുകളുണ്ട്. നല്ല പൈസയാണ് വാടക. സന്നിധാനത്തേക്ക് വന്നു പോകാൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു വണ്ടിയാണത്. ഇതുപോലത്തെ ട്രാക്ടറുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഉള്ളു കേട്ടോ. അതിലാണ് സന്നിധാനത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സന്നിധാനത്ത് ഇത് കണക്ക് പ്രത്യേക റോഡ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ നമുക്കൊരു അതിഥിയെ കിട്ടി കേട്ടോ. മലയണ്ണ എവിടെ രണ്ടെണ്ണം? ഇതാണ് മലയണ്ണ. സാധാരണ ഇത് ആൾക്കാരെ കാണുമ്പോൾ അടുത്ത് നിൽക്കുന്നില്ല കേട്ടോ. ഇത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി 700 മീറ്റർ കേട്ടോ സന്നിധാനത്തേക്ക്. ബോർഡ് കാണാം അവിടെ. ആ ചീവിടിൻ്റെ സൗണ്ട് കണ്ടോ? ഫുള്ളിങ്ങനെ ആ കാട്ടിനകത്ത് കൂടെ പോകുന്ന ആ ഫീല് നമുക്ക് കിട്ടും ഇങ്ങനെ നടക്കുമ്പോൾ. വന്യമൃഗങ്ങളുടെ അടുത്ത് പോവുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത്. ഇവിടെയൊക്കെ വേലി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങ് താഴോട്ടൊന്നും ഇറങ്ങി പോകത്തില്ല. കംപ്ലീറ്റ് കവേഡാണ്. നമുക്ക് ഫോറസ്റ്റിനകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. ഫോറസ്റ്റിനകത്താണ്, എന്നാലും ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. നല്ല വൃത്തിയുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് നടപ്പാതയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ബാത്റൂം ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണക്കുള്ള റെഡിമെയ്ഡ് ബാത്റൂം ഉണ്ടല്ലോ, അതാണ്. ഇത് പേ ഒന്നും അല്ല കേട്ടോ. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂംസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ യൂറിനലാണ്. കുടിവെള്ളമല്ലേ ഇത് ബാത്റൂമിലേക്കുള്ള കുടിവെള്ളം ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലേ. ബോർഡ് വെച്ചിട്ടുണ്ട്, ഡോണ്ട് യൂറിനേറ്റ് അലോങ് ദ സൈഡ് ഓഫ് പാത്വേ. പാതയോരങ്ങളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. ഇവിടെ ഒരു സൗജന്യ ഔഷധ കുടിവെള്ളമുണ്ട്. നമുക്കൊരു ഗ്ലാസ് കുടിക്കാം. ചേട്ടാ, നമുക്കൂടെ ഒരു ഗ്ലാസ്. ചൂടുവെള്ളം കേട്ടോ, കരിങ്ങാലി വെള്ളം. കരിങ്ങാലി വെള്ളം അല്ലേ കേട്ടോ? ഇതെന്തൊക്കെയാണ്? ആയുർവേദ മിക്സ് ആണല്ലേ? അപ്പോൾ അത് കൊള്ളായിരുന്നേ. ആ വെള്ളം കുടിച്ചാൽ പെട്ടെന്നൊരു ക്ഷീണം മാറി കണക്ക്. എന്തൊക്കെ ഔഷധ കൂട്ടുണ്ട് അതിനകത്ത്. എത്താറായോ? 1/2 കിലോമീറ്റർ. ഇത് നമുക്ക് ദൂരെ കാണുന്നുണ്ടോ? അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ഇതിലേ ഇനി കറങ്ങി നടന്ന് അവിടെ ചെല്ലും. അതാണ് സന്നിധാനം.
ഇത് വിഷ്ണു, ഇത് ബാലു, ഇത് രാജേഷ്. ഇതിപ്പോ എവിടെ എത്തി ബാലു? നമ്മളിപ്പോ നടപ്പന്തല് കയറാൻ പോയാ. നടപ്പന്തല് ഇപ്പൊ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞല്ലേ നമ്മള്? ഇനി ഇവിടുന്ന് ക്യൂ അടിച്ച് നിന്ന് കയറി 18-ാം പടി അടിച്ച് കയറണം. നമ്മള് രാത്രി ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ? രാത്രി ഉച്ചയായി. നാളെ രാവിലത്തെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിയാം. ഓക്കെ. രാവിലെ നട തുറന്നതിന് ശേഷം അഭിഷേകമുള്ളൂ. ഈ വന്ന് ഇത്രയും ആൾക്കാരും രാത്രി ഇവിടെ സ്റ്റേ ചെയ്യും? അതേ അവർ പോകും? രാവിലെ അഭിഷേകം കഴിഞ്ഞേ പോകുള്ളൂ അല്ലേ? ഇന്ന് തിരക്ക് കുറവാണ് ഒരുപാട്. ആ, ഇവിടെ നിറച്ച ആൾക്കാരായി. അതിപ്പോ ഈ അവധിയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ? ഇതേതാണ് നമ്മൾ നേരത്തെ കാണിച്ചേ? തിരക്കുണ്ടെങ്കിൽ ആ മോളിക്കോടുള്ള റോഡേ പറഞ്ഞു വിടും അല്ലേ? അപ്പോൾ ആകുമ്പോൾ ഷെഡിൽ കൂടെ വരും. ഏത് ഇത് സീസൺ സമയത്ത് സ്പെഷ്യൽ പാസിലൂടെ വരുന്ന വഴിയാണല്ലേ ഇത്? ആ, അങ്ങോട്ട് പോണത് തിരിച്ചു പോണത് ഇതാണ്. ഏതാണ് പുൽമേട്? അങ്ങ് മോളിൽ കാണുന്നല്ലേ? ആ ഇതല്ലേ ആ മോളിൽ കാണുന്നത്? അതുവഴിയാണ് നമ്മൾ തിരിച്ച് അവിടെ കൂടി ഇറങ്ങി ഇതുപോലെ അപ്പർ സൈഡ് വന്നിറങ്ങി. നമ്മളപ്പോ സത്രം വഴി വരെയാണെങ്കിൽ ആ പുൽമേട് കയറി ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ? ആഹാ, ആ മല. ആ, ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഇരുമുടിക്കുട്ടൊക്കെ ആയിട്ട് അതുവഴി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അടുത്ത തവണ ഞാൻ അതുവഴി വരുന്ന വീഡിയോ നമുക്ക് ചെയ്യാം അല്ലേ? എല്ലാവരും അടിപൊളിയല്ലേ? വൈബായിട്ടിരിക്കൂലേ? നമുക്ക് ചെയ്തൂടെ? അതെ. അപ്പൊ ടാറ്റ. നിങ്ങളെ ഹലോ ബാലു, ബാലു, വിഷ്ണു തൊഴുതിട്ട് വാ, ഞാൻ ഇതിലേ വരാം. അതിലേ കയറാമോ എനിക്ക്? അപ്പോഴും മാറിയാൽ മതിയാ? ഇനി അതിലേ കയറാൻ പറ്റും? ആ, ഇതിലേ കയറാമല്ലേ? പറ്റുമോ? ഓക്കെ. അപ്പോൾ അവർ ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് 18-ാം പടി കയറി തൊഴുവാനായിട്ട് അതിലേ പോവുകയാണ്. അപ്പോൾ നമുക്ക് സന്നിധാനത്തിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, കാട്ടിനകത്താണ് ശബരിമല എന്ന് പറയുന്നത്. എന്തോരം കൊടും കാടിനകത്ത് കൂടെയാണെന്നറിയോ നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. ഇവിടെ വരുമ്പോൾ കണ്ടോ, വലിയൊരു ഏരിയ, വലിയൊരു കോമ്പൗണ്ട്, വലിയൊരു ടൗൺഷിപ്പ്. അതാണ് ശബരിമല. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഹോസ്പിറ്റലാണ്. ഇതിനകത്തേക്ക് നമുക്ക് കയറിപ്പോകാം. കണ്ടോ, അവിടെ ഇങ്ങനെ ക്യൂ ആക്കി തിരിച്ച് ക്യൂ പോകാനുള്ള അത് വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അവരതിനകത്ത് കൂടെ അതിലേ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം വിശ്രമ സ്ഥലം കേട്ടോ. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് ഇന്നിപ്പോൾ വലിയ തിരക്കില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എംറ്റി ആയി കിടക്കുന്നത്. 18-ാം പടി കയറാൻ വേണ്ടി ഇരുമുടിക്കെട്ടുമായിട്ട് ഇതുവഴി മുകളിലേക്ക് കയറിപ്പോകണം. നമുക്ക് അപ്പുറത്തെ സൈഡ് വഴി അകത്തേക്ക് പോകാം. ഇതാണ് സിവിൽ ദർശനത്തിനുള്ള വഴി. സിവിൽ ദർശനം എന്ന് പറഞ്ഞാൽ ഈ ഇരുമുടിക്കെട്ട് ഇല്ലാതെ വരുന്നുണ്ടല്ലോ, അവർക്ക് കയറാൻ പറ്റുന്ന വഴിയാണിത്. അവർക്കും ദർശനമുണ്ട്, പക്ഷേ 18-ാം പടി ചവിട്ടാൻ പറ്റത്തില്ല. 18-ാം പടി ചവിട്ടണമെങ്കിൽ ഇരുമുടിക്കെട്ടുമായിട്ട് തന്നെ വരണം. ഇതാണ് കേട്ടോ സന്നിധാനം.
അതിനകത്താണ് 18-ാം പടി. അതാണ് 18-ാം പടി. ഇവിടെ തന്നെയാണ് കേട്ടോ വാവരുസ്വാമി നട വരുന്നത്. അതായത് സന്നിധാനത്തിനകത്താണ് നമ്മുടെ ഒരു മുസ്ലിം പ്രകാരങ്ങളുള്ള ആ ഒരു വാവരുസ്വാമി നടയും ഇവിടെയാണുള്ളത്. ഇവിടെ ഒരു ചെറിയൊരിത് കാണാം, വാവരുസ്വാമി നട. നമ്മൾ 18-ാം പടിയുടെ മുൻവശത്തെത്തിയിട്ടുണ്ട്. അതിനകത്താണ് അയ്യപ്പനുള്ളത്. തത്വമസി നമുക്ക് കാണാം. ശരണമയ്യപ്പ, സ്വാമി ശരണം. ഇതെന്താണ് നെയ്യഭിഷേകം? എന്താണ് നെയ്യൊക്കെ തേങ്ങ ഉടച്ച് നാളത്തേക്ക് അഭിഷേകം കൊടുക്കാൻ വേണ്ടി സെറ്റ് ആ സിവിൽ ദർശനം അല്ലേ? അപ്പുറത്ത് കൂടെ അല്ലേ? ആ നമ്മൾ സന്നിധാനത്ത് പോയി അയ്യപ്പനെ ദർശിച്ചു കഴിഞ്ഞ്, അയ്യപ്പനെ ഞാൻ ദർശിച്ചേട്ടോ, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ മാളികപ്പുറത്തമ്മയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് മാളികപ്പുറത്തമ്മ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതെന്താണ് ഇങ്ങനെ തുണി എറിയുന്നതൊക്കെ നമുക്ക് ബാലുവിനോട് ചോദിക്കാം. ഇത് അന്നദാന മണ്ഡപം അല്ലേ? ഇവിടെയാണ് നമ്മൾ വിരി വയ്ക്കുന്നത്. ഇവിടെ വിരി വയ്ക്കാൻ സുഖമായിട്ട് കിടക്കാം. മഴ പിന്നെ പൈസ കൊടുത്താണെങ്കിൽ വിരി വെച്ച് ഒരു ഭാഗം കൂടി തരും മോളിൽ കിടക്കാം. നമുക്കേ ഈ മാളികപ്പുറത്തിനെ കുറിച്ചും ഈ മണിമണ്ഡപത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് മാളികപ്പുറത്തമ്മയാണ്. മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് അയ്യപ്പൻ വന്നപ്പം അയ്യപ്പനെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം അറിയിക്കും. പക്ഷെ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ പറയും. പിന്നെ നിർബന്ധം കൊണ്ട് അയ്യപ്പൻ പറയും ഇവിടെ അയ്യപ്പൻ ഒരു സ്ഥലം കൊടുക്കും ഇവിടെ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് അയ്യപ്പൻ പറയും ആദ്യം ഒരു പ്രാവശ്യം കന്നിസ്വാമി ആദ്യമായിട്ട് പറഞ്ഞ ഒരു അയ്യപ്പൻ ഒരു വർഷം വരാതിരുന്നാൽ കല്യാണം കഴിച്ചോളാം എന്ന് പറയും. പക്ഷേ ഇതുവരെ എല്ലാ വർഷവും അയ്യപ്പനെ കാണാൻ കന്നിസ്വാമിമാർ വരും. അപ്പോഴിങ്ങനെ അത് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ മാളികപ്പുറത്തമ്മയുടെ ഐതിഹ്യം. പിന്നെ ഇവിടെ മണിമണ്ഡപമുണ്ട്. ഇത് അഷ്ടഗ്രഹങ്ങളാണ്. നമ്മളെ ഹിന്ദുക്കളെ ജാതകം പ്രകാരം ഓരോ ആൾക്കാർക്കും ഓരോ ഇതുണ്ട്, രാശിയുണ്ട്. പുറകുവശത്തൂടെയുള്ള വഴിയാണ് കേട്ടോ. പുൽമേട് വഴി വരുമ്പോഴത്തേക്ക് ഇതിലേ ആൾക്കാർ വന്നിട്ടാണ് സന്നിധാനത്തേക്ക് പോകുന്നത് അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്?
നമ്മൾ ആ അന്നദാന ഊട്ടുപുരയുടെ അവിടെ നിന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാത്രക്കടാണ് അതിൻ്റെ സൈഡിലായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. മൊബൈൽ ഫുൾ ചാർജ് ചെയ്യുന്നതിന് 30 രൂപയാണ്. ഇവിടെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ടോക്കൺ തരും. അവർ ആ ടോക്കൺ എഴുതി തന്നാൽ നമുക്ക് ഫുൾ ചാർജ് ആകുമ്പോൾ വന്നെടുക്കാം. 30 രൂപ അല്ലേ ഏട്ടാ? കുറേ ഷൂട്ട് ചെയ്തപ്പോഴേ നമ്മുടെ മൊബൈലിലെ ചാർജ് തീർന്നു. അങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യാൻ കൊടുത്തിരുന്നു കേട്ടോ. ചാർജ് ചെയ്യാൻ കൊടുത്ത സമയത്ത് നമ്മൾ ആ ഭസ്മക്കുളത്തിൽ പോയി കുളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതഞ്ഞിപ്പോൾ രാത്രി ഒന്നും കൂടെ സന്നിധാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ യാത്രയും ഇതിലെ കാഴ്ചകളും ശബരിമല യാത്രയുടെ അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ബാക്കി കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ ബൈ. ഞാൻ ആദ്യം ചോദിച്ചിരുന്നു അയ്യപ്പൻ്റെ വാഹനം പുലിയാണോ എന്നുള്ളത്. ശരിക്കും അയ്യപ്പൻ്റെ വാഹനം പുലിയല്ല. നമ്മളിൽ 90% പേരും ധരിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ വാഹനം പുലിയാണ് എന്നാണ്. എന്നാൽ അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്. ഏതൊരു ക്ഷേത്രം എടുത്തു നോക്കിയാലും അവിടുത്തെ കൊടിമരത്തിൽ അവിടുത്തെ ദേവൻ്റെ വാഹനത്തിൻ്റെ രൂപം കുത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയിൽ സന്നിധാനത്ത് ആ കൊടിമരത്തിന് മുകളിലുള്ളത് ഒരു കുതിരയുടെ രൂപമാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ വാഹനം ശരിക്കും കുതിരയാണ്.